ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യൻ പീനൽ കോഡ് എന്ന ഭാഗത്തിലെ നമ്മുടെ അവസാനത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒഫൻസസ് എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി. അതിലെ കുറച്ച് ഒഫൻസസ് ആയിരുന്നു: തെഫ്റ്റ്, എക്സ്റ്റോർഷൻ, റോബറി, ഡെക്കോയിറ്റി, ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോവുക ഇതിൻ്റെ ബാക്കി നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്യാതിരുന്ന കുറച്ച് ഒഫൻസസ് കൂടിയുണ്ട്. ഒഫൻസസ് എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടിയിൽ അവയും അതിൻ്റെ കൂടെ ഒഫൻസസ് എഗെയിൻസ്റ്റ് സ്റ്റേറ്റും. അപ്പോൾ നമുക്ക് ഒഫൻസസ് എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടിയിലെ ബാക്കിയുള്ള ഒഫൻസുകൾ വെച്ച് തുടങ്ങാം. ആദ്യമായി നമ്മൾ ഏതൊക്കെ ഒഫൻസസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്ന്, മിസ്ചീഫ്. 2, ക്രിമിനൽ ട്രസ്പാസ്. 3, ഹൗസ് ട്രസ്പാസ്. അപ്പോൾ ആദ്യമായി മിസ്ചീഫ് എന്താണെന്ന് നോക്കാം. ഒരാൾ മിസ്ചീഫ് കമ്മിറ്റ് ചെയ്യുന്ന പക്ഷം അയാൾക്ക് താൻ ചെയ്യുന്ന ആക്റ്റിലൂടെ പബ്ലിക്കിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിക്കോ റോങ്ഫുൾ ലോസോ ഡാമേജോ ഉണ്ടാകുമെന്ന അറിവ് ഉണ്ടായിരിക്കണം. അതുപോലെ ആ ആക്റ്റിലൂടെ ഏതെങ്കിലും സ്വത്തിൻ്റെ അഥവാ പ്രോപ്പർട്ടിയുടെ നാശത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ മൂല്യം നശിക്കുകയോ കുറയുകയോ അല്ലെങ്കിൽ ദോഷകരമായി ബാധിച്ചിരിക്കുകയോ ചെയ്തിരിക്കണം. അപ്പോൾ മിസ്ചീഫ് എന്ന ഒഫൻസിന് 3 എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന്, അയാൾ ചെയ്ത ആക്റ്റിലൂടെ പ്രോപ്പർട്ടി നശിക്കുകയോ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ ഒരു മാറ്റം സംഭവിക്കുകയോ ചെയ്തിരിക്കണം. 2, അയാൾ ചെയ്ത ആക്ടിൻ്റെ ഫലമായി ആ പ്രോപ്പർട്ടിയുടെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ മൂല്യം നശിക്കുകയോ കുറയുകയോ അതുമല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയെ ദോഷകരമായി ബാധിച്ചിരിക്കുകയോ ചെയ്തിരിക്കണം. അതുപോലെ മൂന്നാമതായി, അയാൾക്ക് താൻ ചെയ്ത ആക്ട് പബ്ലിക്കിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിക്കോ റോങ്ഫുൾ ലോസോ ഡാമേജോ ഉണ്ടാക്കുമെന്ന അറിവ് ഉണ്ടായിരിക്കണം. അപ്പോൾ മിസ്ചീഫിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ എന്ന വ്യക്തി സെഡ് എന്ന വ്യക്തിയുടെ കയർ ഫാക്ടറിയിൽ കയർ സൂക്ഷിച്ചിരുന്ന സ്ഥലത്തേക്ക് വെള്ളം പമ്പ് ചെയ്തു. സെഡിന് അതിലൂടെ നഷ്ടമുണ്ടാകണം എന്ന ലക്ഷ്യത്തോടെയാണ് എ ആ ആക്ട് ചെയ്തത്. അതിനാൽ എ എന്ന വ്യക്തി മിസ്ചീഫ് എന്ന ഒഫൻസിന് കുറ്റക്കാരനായിരിക്കും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒഫൻസ് എന്ന് പറയുന്നത് മിസ്ചീഫാണ്. നമ്മൾ പറഞ്ഞു മിസ്ചീഫിന് 3 എസെൻഷ്യൽ എലമെൻറ്റ്സ് ഉണ്ട്. ഒന്ന്, അയാൾ ചെയ്ത ആക്റ്റിലൂടെ പ്രോപ്പർട്ടി നശിക്കുകയോ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയോ ചെയ്തിരിക്കണം. അതുപോലെ അയാൾ ചെയ്ത ആക്ടിൻ്റെ ഫലമായി ആ പ്രോപ്പർട്ടിയുടെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ മൂല്യം നശിച്ചിരിക്കണം, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയെ ദോഷകരമായി ആ ആക്ട് ബാധിച്ചിരിക്കണം. അതുപോലെ ആ ആക്ടിൻ്റെ ഫലമായി പബ്ലിക്കിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് റോങ്ഫുൾ ലോസോ ഡാമേജോ ഉണ്ടാകുമെന്ന അറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. നമ്മൾ ഈ ഒരു ഒഫൻസസ് എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടിയുടെ കീഴിൽ അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒഫൻസ് എന്ന് പറയുന്നത് ക്രിമിനൽ ട്രസ്പാസ്. ക്രിമിനൽ ട്രസ്പാസിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഏതെല്ലാമാണെന്ന് നോക്കാം. ഒന്ന്, അയാൾ മറ്റൊരാളുടെ കൈവശമുള്ള പ്രോപ്പർട്ടിയിൽ പ്രവേശിച്ചിരിക്കണം. 2, ലോഫുള്ളായി പ്രവേശിച്ചതും തുടർന്ന് ആ പ്രോപ്പർട്ടിയിൽ നിയമവിരുദ്ധമായി റിമൈൻ ചെയ്യുകയും വേണം. അയാൾ അൺലോഫുള്ളായി ആ പ്രോപ്പർട്ടിയിൽ റിമൈൻ ചെയ്തത് ഒരു ഒഫൻസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയോ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ ഓണറെ ഭീഷണിപ്പെടുത്താനോ അപമാനിക്കാനോ ശല്യപ്പെടുത്താനോ ഉള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ക്രിമിനൽ ട്രസ്പാസിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ആയിട്ട്. അപ്പോൾ ഏതൊക്കെയായിരുന്നു? ഒന്ന്, അയാൾ മറ്റൊരാളുടെ കൈവശമുള്ള പ്രോപ്പർട്ടിയിൽ പ്രവേശിച്ചിരിക്കണം. അതുപോലെ ലോഫുള്ളായിട്ടായിരിക്കണം പ്രവേശിച്ചിട്ടുള്ളത്, പക്ഷേ തുടർന്ന് ആ പ്രോപ്പർട്ടിയിൽ നിയമവിരുദ്ധമായി അൺലോഫുള്ളായിക്കൊണ്ട് റിമൈൻ ചെയ്തിരിക്കണം, അവിടെ തന്നെ നിന്നിട്ടുണ്ടാവണം. അയാൾ അൺലോഫുള്ളായി ആ പ്രോപ്പർട്ടിയിൽ റിമൈൻ ചെയ്തത് എന്തിനു വേണ്ടിയായിരിക്കണം? ഒന്നുകിൽ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കണം, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ ഓണറെ ഭീഷണിപ്പെടുത്താനോ അപമാനിക്കാനോ ശല്യപ്പെടുത്താനോ ഉള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം. അതുപോലെ ഒരു പോയിൻ്റ് കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ട്രസ്പാസ് എന്ന ഒഫൻസ് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്കെതിരെ മാത്രമേ നടത്താൻ കഴിയൂ. നമ്മൾ
നമ്മൾ ഒഫൻസസ് എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്തപ്പോൾ 2 രീതിയിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞു, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയും മൂവബിൾ പ്രോപ്പർട്ടിയും. അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്താണ്? എർത്തിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസിനാണ് നമ്മൾ പറയാം. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലാൻഡ്, ഹൗസ്, അതൊക്കെ നമ്മുടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് വരുന്ന വസ്തുക്കളാണ്. ഇനി മൂന്നാമതായി നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒഫൻസ് എന്ന് പറയുന്നത് ഹൗസ് ട്രസ്പാസ് ആണ്. ഹൗസ് ട്രസ്പാസിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഏതെല്ലാമാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. 1. ഒഫൻഡർ ക്രിമിനൽ ട്രസ്പാസ് കമ്മിറ്റ് ചെയ്തിരിക്കണം. 2. അതുപോലെ ഒരു ബിൽഡിങ്ങിലോ ടെൻറ്റിലോ വെസലിലോ പ്രവേശിച്ചുകൊണ്ടോ റിമൈൻ ചെയ്തുകൊണ്ടോ ആവണം ട്രസ്പാസ് ചെയ്തിട്ടുള്ളത്. മൂന്നാമതായി ആ ബിൽഡിങ് അല്ലെങ്കിൽ ടെൻറ്റ് അല്ലെങ്കിൽ വെസൽ ഒരു മനുഷ്യവാസ കേന്ദ്രമോ ആരാധനാലയമോ ആയിരിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹൗസ് ട്രസ്പാസിന് 3 എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ് ഉള്ളത്. 1 എന്താണ്? ഒഫൻഡർ ക്രിമിനൽ ട്രസ്പാസ് അവിടെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ ഒരു ബിൽഡിങ്ങിലോ ടെൻറ്റിലോ വെസലിലോ പ്രവേശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ റിമൈൻ ചെയ്തുകൊണ്ടോ ആയിരിക്കണം ട്രസ്പാസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ പറഞ്ഞു എന്താണ്? ഈ ബിൽഡിംഗ്, ടണൽ അല്ലെങ്കിൽ വെസൽ എന്ന് പറയുന്നത് ഒരു മനുഷ്യവാസ സ്ഥലമോ അല്ലെങ്കിൽ ഒരു ആരാധനാലയമോ ആയിരിക്കണം. അപ്പോൾ ഹൗസ് ട്രസ്പാസ് 3 രീതിയിലുണ്ട്. 1 ലേക്കിംഗ് ഹൗസ് ട്രസ്പാസും, അതുപോലെ ലേക്കിംഗ് ഹൗസ് ട്രസ്പാസ് ബൈ നൈറ്റ് ആൻഡ് ഹൗസ് ബ്രേക്കിംഗ്. അപ്പോൾ അങ്ങനെ 3 തരത്തിലുള്ള അല്ലെങ്കിൽ 3 രീതിയിലുള്ള ഹൗസ് ട്രസ്പാസുകളാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഒഫൻസുകളാണ് നമുക്ക് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ കീഴിൽ ഒഫൻസസ് എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിലാണ് തെഫ്റ്റ്, എക്സോർഷൻ, റോബറി, ഡക്കോയിറ്റി, ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്നിവയൊക്കെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം ഈ ഒരു പാർട്ട് നിങ്ങൾ കേൾക്കേണ്ടത്. അപ്പോൾ അതിന് ശേഷമുള്ള ഒഫൻസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏതെല്ലാമായിരുന്നു? മിസ്ചീഫ്, ക്രിമിനൽ ട്രസ്പാസ്, ഹൗസ് ട്രസ്പാസ്. അപ്പോൾ ഹൗസ് ട്രസ്പാസിന് കീഴിൽ നമ്മൾ പറഞ്ഞു 3 രീതിയിലുള്ള ഹൗസ് ട്രസ്പാസുകളുണ്ട്. 1 ലേക്കിംഗ് ഹൗസ് ട്രസ്പാസും, അതേപോലെ ലേക്കിംഗ് ഹൗസ് ട്രസ്പാസ് ബൈ നൈറ്റ് ആൻഡ് ഹൗസ് ബ്രേക്കിംഗ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നമ്മളിപ്പോൾ പറഞ്ഞ ഭാഗങ്ങൾ ഇട്ടെന്ന് റിവൈസ് ചെയ്യാം. ആദ്യമായി മിസ്ചീഫിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്? 3 എസെൻഷ്യൽ എലമെൻറ്റ്സ് ഉണ്ട്. അവ ഏതൊക്കെയായിരുന്നു? 1 അയാൾ ചെയ്ത ആക്റ്റിലൂടെ ഒരു പ്രോപ്പർട്ടി നശിക്കുകയോ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ ഒരു മാറ്റം സംഭവിക്കുകയോ ചെയ്തിരിക്കണം. അപ്പോൾ എന്താണ്? നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഒരാൾ മറ്റൊരാളുടെ കയർ ഫാക്ടറിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിലൂടെയുള്ള അയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ആ പ്രോപ്പർട്ടിക്ക് ഒരു നാശം വരണം, അല്ലെങ്കിൽ ഒരു മാറ്റം സംഭവിക്കണം. രണ്ടാമതായിട്ടുള്ള ഒരു എസെൻഷ്യൽ എലമെൻ്റ് എന്ന് പറയുന്നത് അയാൾ ചെയ്ത ആക്ടിൻ്റെ ഫലമായി ആ പ്രോപ്പർട്ടിയുടെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ മൂല്യം നശിക്കുകയോ കുറയുകയോ അതുമല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയെ ദോഷകരമായി ബാധിച്ചിരിക്കുകയോ ചെയ്തിരിക്കണം. അതുപോലെ മൂന്നാമതായിക്കൊണ്ട് അയാൾക്ക് താൻ ചെയ്ത ആക്ട് പബ്ലിക്കിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിക്കോ റോങ്ഫുൾ ലോസോ ഡാമേജോ ഉണ്ടാകുമെന്ന അറിവുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം എന്താണ്? എ എന്ന വ്യക്തി സെഡ് എന്ന വ്യക്തിയുടെ കയർ ഫാക്ടറിയിൽ കയർ സൂക്ഷിച്ചിരുന്ന സ്ഥലത്തേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നു. അപ്പോൾ അവിടെ അയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ഈ സെഡ് എന്ന വ്യക്തിക്ക് ഒരു നഷ്ടമുണ്ടാക്കണം. അപ്പോൾ അതിലൂടെ അയാൾക്ക് എന്ത് അറിവുണ്ട്? തൻ്റെ ആക്റ്റിലൂടെ സെഡ് എന്ന വ്യക്തിക്ക് ഒരു നഷ്ടമുണ്ടാകുമെന്നുള്ള അറിവ് ഉണ്ട്. ഇനി അടുത്ത ഒരു ഒഫൻസ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്രിമിനൽ ട്രസ്പാസ് ആയിരുന്നു. ക്രിമിനൽ ട്രസ്പാസിൻ്റെ കീഴിൽ നമ്മൾ 3 എസെൻഷ്യൽ എലമെൻറ്റ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവ ഏതെല്ലാമാണ് നമുക്ക് നോക്കാം. 1 ഒരാൾ മറ്റൊരാളുടെ കൈവശമുള്ള പ്രോപ്പർട്ടിയിൽ പ്രവേശിച്ചിരിക്കണം. അതുപോലെ ലോഫുള്ളായി പ്രവേശിച്ചതും തുടർന്ന് ആ പ്രോപ്പർട്ടിയിൽ നിയമവിരുദ്ധമായി റിമൈൻ ചെയ്തതുമാവണം. ഇനി മൂന്നാമതായിക്കൊണ്ടുള്ള ഒരു എസെൻഷ്യൽ എലമെൻ്റ് എന്ന് പറഞ്ഞത് അയാൾ അൺലോഫുള്ളായി ആ പ്രോപ്പർട്ടിയിൽ റിമൈൻ ചെയ്തത് ഒരു ഒഫൻസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയോ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ ഓണറെ ഭീഷണിപ്പെടുത്താനോ അപമാനിക്കാനോ ശല്യപ്പെടുത്താനോ ഉള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം. അപ്പോൾ ഇതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ
എ എന്ന വ്യക്തി ഒരു പബ്ലിക് ലൈബ്രറിയിലേക്ക് പോകുന്നു. ലോഫുൾ ആയിക്കൊണ്ടാണ് അവിടെ എൻട്രി നടത്തിയത്. പക്ഷേ അദ്ദേഹം അവിടെ നിന്ന് കുറച്ച് പുസ്തകങ്ങൾ മോഷ്ടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിടെ ഒളിച്ചു നിന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അയാൾ ചെയ്യുന്ന ഒഫൻസ് എന്ന് പറയുന്നത് ക്രിമിനൽ ട്രസ്പാസാണ്. അതുപോലെ നമ്മൾ പറഞ്ഞു എന്താണ്, ട്രസ്പാസ് എന്ന ഒഫൻസ് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്കെതിരെ ആയി മാത്രമാണ് നമുക്ക് നടത്താൻ കഴിയുക. അതുപോലെ ഇതിലുള്ളൊരു തേർഡ് ഒഫൻസായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹൗസ് ട്രസ്പാസ് ആയിരുന്നു. അപ്പോൾ ഹൗസ് ട്രസ്പാസിൽ ഉള്ള എസെൻഷ്യൽ എലമെൻറ്റ്സ് ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തെ കാര്യം, ഒഫൻഡർ ക്രിമിനൽ ട്രസ്പാസ് കമ്മിറ്റ് ചെയ്തിരിക്കണം. അതുപോലെ ഒരു ബിൽഡിങ്ങിലോ ടെൻറ്റിലോ വെസലിലോ പ്രവേശിച്ചുകൊണ്ടോ റിമൈൻ ചെയ്തുകൊണ്ടോ ആവണം ട്രസ്പാസ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. മൂന്നാമതായിക്കൊണ്ട് പറയാനുള്ളത് എന്താണ്, ആ ബിൽഡിംഗ് അല്ലെങ്കിൽ ടെൻറ്റ് അല്ലെങ്കിൽ ആ വെസൽ ഒരു മനുഷ്യവാസ കേന്ദ്രമോ അല്ലെങ്കിൽ ഒരു ആരാധനാലയമോ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്ത്യൻ പീനൽ കോഡിന് കീഴിലെ ഒഫൻസസ് എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന ഭാഗം നമ്മൾ കംപ്ലീറ്റായി കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒഫൻസസ് എഗെയിൻസ്റ്റ് സ്റ്റേറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഉള്ള ഒഫൻസസിനെ കുറിച്ചാണ് ഇന്ത്യൻ പീനൽ കോഡിൽ പറഞ്ഞിട്ടുള്ള. ഈ ഒരു ഭാഗത്ത് കൂടുതലായി ഒന്നും തന്നെ പഠിക്കാനില്ല, പക്ഷേ ഈ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഒഫൻസസ് എഗെയിൻസ്റ്റ് സ്റ്റേറ്റിൽ ആദ്യത്തെ ഒഫൻസ് എന്ന് പറയുന്നത് വേജിങ് ഓർ അറ്റംപ്റ്റിംഗ് ടു വേജ് വാർ ഓർ അബറ്റിംഗ് വേജിങ് ഓഫ് വാർ എഗെയിൻസ്റ്റ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അഥവാ ഇന്ത്യൻ ഗവൺമെൻറ്റിനെതിരെ യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ ശ്രമിക്കുകയോ യുദ്ധം ചെയ്യാൻ സഹായിക്കുകയോ ചെയ്യുന്നത്. ഒരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ, എ എന്ന വ്യക്തി ഇന്ത്യൻ ഗവൺമെൻറ്റിനെതിരെ ഒരു കലാപത്തിൽ ചേരുന്ന സാഹചര്യത്തിൽ അയാൾ ഈ ഒഫൻസ് പ്രകാരം കുറ്റക്കാരനായിരിക്കും. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിനെതിരെ യുദ്ധം ചെയ്യുകയോ യുദ്ധം ചെയ്യാൻ ശ്രമിക്കുകയോ അതിനുവേണ്ടി സഹായിക്കുകയോ ചെയ്യുന്ന പക്ഷം അയാൾ IPCക്ക് കീഴിൽ കുറ്റക്കാരനായിരിക്കും. അതുപോലെ ഇന്ത്യൻ ഗവൺമെൻറ്റിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഗൂഢാലോചന നടത്തുകയോ ആയുധങ്ങൾ കളക്ട് ചെയ്യുകയോ ആളുകളെ കൂട്ടുകയോ ചെയ്യുന്നവരും ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം കുറ്റക്കാരാണ്. അടുത്തൊരു ഒഫൻസ് എന്ന് പറയുന്നത് അസോൾട്ടിംഗ് പ്രസിഡൻറ്റ്, ഗവർണർ എക്സെട്ര വിത്ത് ഇൻറ്റൻറ്റ് ടു കമ്പൽ ഓർ റെസ്ട്രെയിൻ ദ എക്സസൈസ് ഓഫ് എനി ലോഫുൾ പവർ. പ്രസിഡൻറ്റിനെയോ ഗവർണർമാരെയോ അവരുടെ ഏതെങ്കിലും നിയമപരമായ അധികാരം ചെയ്യാൻ വേണ്ടി അസോൾട്ടിലൂടെ കമ്പൽ ചെയ്യുകയോ അല്ലെങ്കിൽ നിയമപരമായ അധികാരം ചെയ്യുന്നതിന് അസോൾട്ടിലൂടെ റെസ്ട്രെയിൻ ചെയ്യുകയും ചെയ്താൽ അവർ കുറ്റക്കാരാണ്. അടുത്തൊരു ഒഫൻസ് എന്ന് പറയുന്നത് സെഡിഷൻ അഥവാ രാജ്യദ്രോഹം. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ സെക്ഷൻ 124A സെഡിഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ വാക്കുകളിലൂടെയോ സംസാരത്തിലൂടെയോ അടയാളങ്ങളിലൂടെയോ അല്ലെങ്കിൽ വിസിബിൾ റെപ്രസെൻറ്റേഷനിലൂടെയോ നിയമപ്രകാരം സ്ഥാപിതമായ ഗവൺമെൻറ്റിനെതിരെ വിദ്വേഷമോ അവഹേളനമോ കൊണ്ടുവരികയോ അതിലൂടെ രാജ്യത്തിനെതിരായ വികാരം ജനിപ്പിക്കുകയോ ജനിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നവർ സെഡിഷന് കീഴിൽ കുറ്റക്കാരാണ്. അതുപോലെ വേജിങ് വാർ എഗെയിൻസ്റ്റ് എനി ഏഷ്യാറ്റിക് പവർ ഇൻ അലയൻസ് വിത്ത് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഗവൺമെൻറ്റുമായി സഖ്യത്തിലുള്ള ഏതെങ്കിലും ഏഷ്യൻ രാജ്യവുമായി യുദ്ധം ചെയ്യുന്നതും. അതുപോലെ കമ്മിറ്റിംഗ് ഡെപ്രഡേഷൻ ഓൺ ടെറിട്ടറീസ് ഓഫ് പവർ അറ്റ് പീസ് വിത്ത് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഗവൺമെൻറ്റുമായി സമാധാനത്തിലുള്ള പ്രദേശങ്ങളിൽ ഡെപ്രഡേഷൻ നടത്തുക. അതുപോലെ ആരെങ്കിലും അറിവോടുകൂടി നേരത്തെ പറഞ്ഞ 2 ഒഫൻസുകൾ വേജിങ് ഓഫ് വാറും അതേപോലെ ഡെപ്രഡേഷനിലൂടെയും കൈവശപ്പെടുത്തിയ വസ്തുക്കൾ സ്വീകരിക്കുന്ന പക്ഷം അവരും കുറ്റക്കാരാണ്. അടുത്തൊരു ഒഫൻസ് എന്ന് പറയുന്നത് പബ്ലിക് സെർവൻറ്റ് വോളണ്ടറിലി അലോവിങ് പ്രിസണർ ഓഫ് സ്റ്റേറ്റ് ഓർ വാർ ടു എസ്കേപ്പ്. ആരെങ്കിലും ഒരു പബ്ലിക് സെർവൻ്റ് ആയിരിക്കെ യുദ്ധ തടവുകാരനെയോ അല്ലെങ്കിൽ സംസ്ഥാന തടവുകാരെയോ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അനുവദിക്കുന്ന പക്ഷം അയാൾ കുറ്റക്കാരനാണ്. അതുപോലെ പബ്ലിക് സെർവൻറ്റിൻ്റെ നെഗ്ലിജൻസ് മൂലമാണ് തടവുകാരൻ രക്ഷപ്പെടുന്നത് എന്നിരുന്നാലും അയാൾ കുറ്റക്കാരനായിരിക്കും. അതുപോലെ അടുത്തൊരു ഒഫൻസ് എന്ന് പറയുന്നത് എയ്ഡിങ് എസ്കേപ്പ് ഓഫ് റെസ്ക്യൂയിങ് ഓർ ആർബറിങ് സച്ച് പ്രിസണർ.
ഒരു തടവുകാരനെ നിയമാനുസൃതമായ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ അറിഞ്ഞുകൊണ്ട് സഹായിക്കുകയോ രക്ഷപ്പെടുത്തുകയോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ഏതെങ്കിലും തടവുകാരനെ പാർപ്പിക്കുകയോ മറയ്ക്കുകയോ ചെയ്യുന്ന പക്ഷം അവരും കുറ്റക്കാരാണ്. അപ്പോൾ ഇത്രയും ഒഫൻസസ് ആണ് ഒഫൻസസ് എഗെയിൻസ്റ്റ് സ്റ്റേറ്റിൻ്റെ കീഴിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഒന്നാമതായിക്കൊണ്ട് നമ്മൾ പറഞ്ഞ ഒഫൻസ് എന്ന് പറയുന്നത് വേജിങ് ഓർ അറ്റംപ്റ്റിംഗ് ടു വേജ് വാർ ഓർ അബറ്റിംഗ് വേജിങ് ഓഫ് വാർ അഗെയിൻസ്റ്റ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഗവൺമെൻറ്റിനെതിരെ യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ ശ്രമിക്കുകയോ യുദ്ധം ചെയ്യാൻ സഹായിക്കുകയോ ചെയ്യുന്നത് ഈ IPCക്ക് കീഴിൽ കുറ്റകരമായിട്ടുള്ള ഒരു ഒഫൻസാണ്. അതുപോലെ രണ്ടാമതായി നമ്മൾ ഡിസ്കസ് ചെയ്ത ഒഫൻസ് എന്ന് പറയുന്നത് അസോൾട്ടിംഗ് പ്രസിഡൻറ്റ്, ഗവർണർ എക്സെട്ര വിത്ത് ഇൻറ്റൻറ്റ് ടു കമ്പൽ ഓർ റെസ്ട്രെയിൻ ദ എക്സസൈസ് ഓഫ് എനി ലോഫുൾ പവർ. പ്രസിഡൻറ്റിനെയോ ഗവർണർമാരെയോ അവരുടെ ഏതെങ്കിലും നിയമപരമായ അധികാരം ചെയ്യാൻ വേണ്ടി അസോൾട്ടിലൂടെ കമ്പൽ ചെയ്യുകയോ അല്ലെങ്കിൽ നിയമപരമായ അധികാരം ചെയ്യുന്നത് അസോൾട്ടിലൂടെ റെസ്ട്രെയിൻ ചെയ്യുകയോ ചെയ്താൽ അവരും IPCക്ക് കീഴിൽ ഈ ഒഫൻസിലൂടെ കുറ്റക്കാരായിരിക്കും. അടുത്തൊരു ഒഫൻസ് എന്ന് പറയുന്നത് സെഡിഷൻ അഥവാ രാജ്യദ്രോഹം. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ സെക്ഷൻ 124A പ്രകാരമാണ് സെഡിഷനെ കുറിച്ച് പറയുന്നത് അഥവാ രാജ്യദ്രോഹത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ രാജ്യദ്രോഹം എന്ന് പറയുന്നത് എന്താണ്? വാക്കുകളിലൂടെയോ സംസാരത്തിലൂടെയോ അടയാളങ്ങളിലൂടെയോ അല്ലെങ്കിൽ വിസിബിൾ റെപ്രസെൻറ്റേഷന് കീഴിൽ വരുന്ന ഏതെങ്കിലും ഒരു മീൻസിലൂടെയോ ഏതെങ്കിലും ഒരു രീതിയിലൂടെയോ നിയമപ്രകാരം സ്ഥാപിതമായ ഗവൺമെൻറ്റിനെതിരെ വിദ്വേഷമോ അവഹേളനമോ കൊണ്ടുവരികയോ അതിലൂടെ രാജ്യത്തിനെതിരായ വികാരം ജനിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നവർ രാജ്യദ്രോഹ കുറ്റം ചെയ്തവരാണ്. അടുത്തൊരു ഒഫൻസ് എന്ന് പറഞ്ഞത് ഇന്ത്യൻ ഗവൺമെൻറ്റുമായി സഖ്യത്തിലുള്ള ഏതെങ്കിലും ഏഷ്യൻ രാജ്യവുമായി യുദ്ധം ചെയ്യുന്നതാണ്. അതുപോലെ ഇന്ത്യൻ ഗവൺമെൻറ്റുമായി സമാധാനത്തിലുള്ള പ്രദേശങ്ങളിൽ ഡെപ്രഡേഷൻ നടത്തുന്നവരും അതുപോലെ ഈ വേജിങ് ഓഫ് വാർ അല്ലെങ്കിൽ ഡെപ്രഡേഷനിലൂടെ കൈവശപ്പെടുത്തിയ വസ്തുക്കൾ ഏതെങ്കിലും ഒരു വ്യക്തി അറിവോടുകൂടി സ്വീകരിക്കുന്ന പക്ഷം അവരും കുറ്റക്കാരാണ്. അടുത്തൊരു ഒഫൻസ് എന്ന് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ആരെങ്കിലും ഒരു പബ്ലിക് സെർവൻ്റ് ആയിരിക്കെ യുദ്ധ തടവുകാരനെയോ അല്ലെങ്കിൽ സംസ്ഥാന തടവുകാരെയോ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അനുവദിക്കുന്ന പക്ഷം അയാളും കുറ്റക്കാരനായിരിക്കും. ഇനി പബ്ലിക് സെർവൻറ്റിൻ്റെ നെഗ്ലിജൻസ് മൂലമാണ് ആ ഒരു തടവുകാരൻ രക്ഷപ്പെടുന്നത് എങ്കിൽ അയാൾ കുറ്റക്കാരനായിരിക്കും. ഇനി ഒരു തടവുകാരനെ നിയമാനുസൃതമായ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ അറിഞ്ഞുകൊണ്ട് സഹായിക്കുകയോ രക്ഷപ്പെടുത്തുകയോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ഏതെങ്കിലും തടവുകാരനെ പാർപ്പിക്കുകയോ മറയ്ക്കുകയോ ചെയ്യുന്ന പക്ഷം അവരും കുറ്റക്കാരാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്ത്യൻ പീനൽ കോഡ് നമ്മൾ കവർ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇന്ത്യൻ പീനൽ കോഡ് എന്നുള്ള ഭാഗം നമ്മുടെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമായി ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് പറഞ്ഞു. അതിൻ്റെ കൂടെ റൺബീർ പീനൽ കോഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ ജനറൽ എക്സെപ്ഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ ഒഫൻസസ് എഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡി, ഒഫൻസസ് എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, അതുപോലെ ഒഫൻസസ് എഗെയിൻസ്റ്റ് സ്റ്റേറ്റ്, ഇവയെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തു കഴിഞ്ഞു. ഈ ഒരു ഭാഗത്ത് ഓർത്തു വെക്കേണ്ട 2 കേസസ് ഉണ്ട്. അഡൾട്ടറി ഡീക്രിമിനലൈസ് ചെയ്ത കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അതുപോലെ സെക്ഷൻ 377 ഡീക്രിമിനലൈസ് ചെയ്ത കേസ് എന്ന് പറയുന്നത് നവതേജ് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ 2 കേസ് കൂടി നിങ്ങൾ ഓർത്തു വെക്കണം, ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ എല്ലാ പാർട്ടും കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പാർട്ട് എന്ന് പറയുന്നത് സിവിൽ ലോയും അതേപോലെ ടോർട്ടും. സിവിൽ ലോയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ആണ്. അപ്പോൾ വരും വീഡിയോസിൽ നമുക്ക് അവയെക്കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.